ഇന്നലെയാണ് ഗോവിന്ദചാമി രാവിലെ നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ രാവിലെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ പോലീസ് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രാവിലെ 7:30 കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയത്. ജയിൽ ചാടിയതിന് പിന്നാലെയാണ് വിയൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. ഇന്നലെ പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ കണ്ണൂർ തളാപ്പിൽ നിന്നാണ് പിടികൂടിയത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു ഗോവിന്ദചാമിയെ കൊണ്ടുപോകാൻ. കാരണം ഇയാളുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. KV ബൈജു ശരിക്കാണ്. ബൈജു, ഇന്നലത്തെ സംഭവവികാസങ്ങൾ നമുക്കറിയാം. ഏറെ സുരക്ഷ ഉണ്ടായിരുന്ന ഒരു ജയിലിൽ നിന്ന് വളരെ ഈസിയായി ചാടിപ്പോകുന്ന ഗോവിന്ദചാമി ദീർഘനാളത്തെ ആസൂത്രണമുണ്ടായെങ്കിൽ പോലും അത് പോലീസിന്റെ കണ്ണു തുറപ്പിച്ചു എന്നുള്ളതാണോ? ഇന്ന് എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇയാളെ വിയൂരിലേക്ക് മാറ്റിയത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ ഗോവിന്ദചാമിയെ മാറ്റിയിരിക്കുന്നത്. അതീവ സുരക്ഷയോട് കൂടിയാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്നും റോഡ് മാർഗം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. വിയൂർ സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവാണ് ഒരുക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റ് തടവുകാർക്ക് ഇയാൾ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാത്ത രീതിയിൽ ഒരു ഏകാന്ത തടവ്, അവിടെ ഒരു കട്ടിലും ഒരു ഫാനും ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിയൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമിയെ പാർപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും 7:45 കൂടിയാണ് ഇയാളെയും വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനം പുറപ്പെട്ടത്. റോഡ് മാർഗമാണ് പോയിരിക്കുന്നത്. ഇന്ന് ഈ വാർത്തയിലേക്ക് വന്നാൽ ഇതിന്റെ ഇന്നലത്തെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് 2 അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണം, മറ്റൊന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം. ഈ ഗോവിന്ദചാമി ഇന്നലെ നൽകിയ മൊഴി അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രധാനമായും ഒരു സഹതടവുകാരന് മാത്രമാണ് ഇയാളെ സഹായിച്ചതെന്നാണ് മൊഴി. അതുകൂടാതെ ജയിൽ മാറ്റം ആഗ്രഹിച്ചാണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആ മൊഴിയും പോലീസ് വിശ്വസിച്ചില്ല. ഇയാൾ പുറത്ത് വലിയൊരു കവർച്ച പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ ഇയാളെ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വൈകിട്ടോടുകൂടി തന്നെ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഇയാളെ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ സംഭവത്തിൽ ഇപ്പോഴും അടിമുടി ദുരൂഹത തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇന്നലെ ഉയർന്നിരുന്നു. അതിനൊന്നും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഗോവിന്ദചാമി നൽകിയ മൊഴി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ജയിലിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വ്യാപകമായി ഉണ്ട്. അതുകൂടാതെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇത്തരത്തിൽ ജയിലിൽ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിരവധി മൊഴി ഈ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എങ്ങനെയാണ് ഇയാൾ ഇത്രയും സുരക്ഷ ഉള്ള ഒരു ജയിലിൽ നിന്നും ചാടിയത്? അത് സംബന്ധിച്ച ചോദ്യത്തിനും ഉത്തരം ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. പുറത്തു നിന്നുള്ള സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതല്ല, കഴിഞ്ഞ മാസങ്ങളിൽ ഇയാളെ സന്ദർശകരായി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അത്തരം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനു മുമ്പാട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂസ് 8 ഇന്ന് രാവിലെ ബിഗ് ബ്രേക്കിംഗ് ആയി നൽകിയ ഈ വിരമിച്ച സൈനികരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം. അതായത് ഈ ABCD എന്ന് പറയുന്ന 10ാം ബ്ലോക്കിലെ അതിസുരക്ഷാ ബ്ലോക്കുകളിൽ ഇത്തരത്തിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ച വിരമിച്ച സൈനികരുടെ 15 പേരെ ഇത്തരത്തിൽ നിയോഗിച്ചിരുന്നു. അവർക്ക് മറ്റ് പല ജോലികളും നൽകി ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ഇയാൾക്ക് അനുകൂല ഘടകമായി എന്ന് വേണം പറയാൻ. 1.5 മാസത്തോളം ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് ഈ ജയിൽ ചാട്ടം, അത് ജയിലിലെ ഈ ഇത്തരത്തിലുള്ള വാർഡർമാർ ഇതിൽ കൃത്യമായ ജോലി നിർവഹിക്കാതെ കൊണ്ടാണെന്ന കാര്യം ഏതായാലും പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും അവ്യക്തത തുടരുകയാണ് എന്തൊക്കെ സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ. കാരണം അത്രത്തോളം വലിയ ഒരു കൊടും കുറ്റവാളിയാണ്. നിഷ്പ്രയാസം 1ഉം 2ഉം ജയിൽ മതിൽ കടന്ന് പുറത്തേക്ക് ചാടി ഇത്തരത്തിൽ രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ഒരു പക്ഷേ ഇയാൾ ഒരു ലോറിക്ക് കൈകാട്ടിയിരുന്നു. ആ ലോറിയിൽ കയറിയിരുന്നുണ്ടെങ്കിൽ ഇന്നും ഗോവിന്ദചാമിയെ കിട്ടാതെ, അല്ലെങ്കിൽ വലിയ ഭയത്തോടുകൂടി ആശങ്കയോട് കഴിയേണ്ട സാഹചര്യം കൂടി ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിവരം. തുടരുക ബൈജു. ഇന്ന് രാവിലെ ബൈജു തന്നെ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട്, ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്.